ഹായ് ഹോൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 പഴവും ഒരു മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഏത് പഴവും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിലിപ്പൈനി പഴമാണ്. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതുകൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ഓണാക്കിയിട്ടില്ല. അതിന് മുന്നേ ഈ പാനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എല്ലായിടത്തും ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ പഴത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ പഴം എല്ലായിടവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓണാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് ഫ്ലഫായിട്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് കാരമലൈസായി അലിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പലഹാരം റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.